പട്ടികയിലൊക്കെ നോക്കണം മാഡം. അതിൽ രണ്ടാം പ്രതി ഒരുത്തനുണ്ട്, പേര് രാഹുൽ രാജ്. ഹോസ്റ്റൽ മുറിയിലിട്ടൊരു തോട്ടം തൊഴിലാളി പുത്രനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവനെ നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇൻസ്റ്റാഗ്രാം നാമധേയം രാഹുൽ രാജ് കോമ്രേഡ്. കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനാ തിണ്ണബലത്തിൽ ഒരുത്തനൊരു കൂട്ടം കയറി മേയുമ്പോൾ പരാതി പറഞ്ഞിട്ട് കൊന്നു കഴിക്കോലിൽ കെട്ടിത്തൂക്കിയാൽ ആർക്കുമില്ല, അവന്റെ വീട്ടുകാർക്കാണ് നഷ്ടം. ഈ ന്യായം പറയുന്ന പ്രിൻസിപ്പൽ പറയുവോ സമാധാനം? കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇടിച്ചും തൊഴിച്ചും ഇഞ്ചപ്പരുവത്തിൽ കൊലച്ചു കൊടുത്ത വയനാട്ടെ സിദ്ധാർത്ഥന്റെ ചോരകല്ലിച്ച ഓർമ്മകൾക്ക് ഈ വരുന്നയാഴ്ച വർഷമൊന്നാണ് പ്രായം. ഒരു വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരൻ മനസ്സുമടുത്ത് ജീവനൊടുക്കിയതിന്റെ തുടർച്ചയിൽ അശ്ലീലവാക്കും വംശീയതയും പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആനന്ദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അവരെ കണ്ടതാണ് കേരളം. ഈ ജൻസി തലച്ചോറിൽ ആർത്തുപൊളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളുടെ ആവേശത്തിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കഴുത്തറക്കുമ്പോൾ കൈവിറയ്ക്കാത്ത ജൂനിയർ വിദ്യാർത്ഥിയുടെ പുക്കളിൽ ഡിവൈഡറിട്ട് കുത്തിക്കറക്കി അട്ടഹസിക്കുന്ന ഈ സമാന്തര ലോക അരാജക വൈകൃത പേപ്പട്ടികളെ ചങ്ങലക്കിടാൻ നമുക്കൊരു നയമുണ്ടോ? ഇവിടെ ഒരു സർക്കാരുണ്ടോ?